കിട്ടില്ല കൊഞ്ച് അങ്ങനെ കുറച്ച് കൊഞ്ച് ഇച്ചിരിയേ ഉള്ളൂ ഒരു കിലോ അതുകൊണ്ടല്ല ഇല്ല ആ കല്ലിന്റെ അവിടെ കുട വെച്ചിട്ട് പെമ്പിള്ളേർ പോകുന്ന സ്ഥലമാണ് മറ്റേ മതാമാരൊക്കെ ഇവിടെ വരെ നിൽക്കാൻ പറ്റത്തുള്ളൂ ഇവിടെ താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അവിടുന്ന് പി വിളിച്ച് നമ്മളെ വിടും എന്ത് പറ ശാസ്ത്രം പറ ഹലോ ഫ്രണ്ട്സ് ഹായ് നമ്മളിപ്പം തിരുവനന്തപുരത്തിൻ്റെ ഒരറ്റത്ത് അതായത് വിഴിഞ്ഞം ഹാർബർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ഇങ്ങനെ ചുറ്റി വരുമ്പോഴത്തേക്ക് വേറൊരു രംഗം നിങ്ങൾക്ക് കാണാം. നമ്മുടെ ഓട്ടോ സ്റ്റാൻഡിലൊക്കെ ഓട്ടോറിക്ഷ പാർക്ക് ചെയ്തിരിക്കുന്നത് പോലെ ബോട്ടുകൾ കണ്ടോ, ഈ കാണുന്ന പൊട്ടുപോലെ കാണുന്ന മൊത്തം ബോട്ടുകൾ. അവിടോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് ഒരു 10,000-1500 ബോട്ടുകളോളം കാണുമായിരിക്കും. ഇങ്ങനെ ഒരു സ്ഥലം കാണാം. ഇതാണ് വിഴിഞ്ഞം പോർട്ടിൻ്റെ ഒരു ഭാഗം. അക്ബറേ, ഇവിടെ ഈ സ്ഥലം കണ്ടിട്ട് എന്താ തോന്നുന്നു? ഇങ്ങനെ മാലിക്കില് ഒരു ഇത് തോന്നുന്നുണ്ട്. കാരണം ആ സ്റ്റാച്ചു കണ്ടില്ലേ? ഓ, അവിടെ ഒരു പള്ളി അല്ലേ? അവിടെ ഒരു മോസ്ക് ഉണ്ട്. മോസ്ക്. ആ, പിന്നെ ഇവിടുത്തെ ആൾക്കാരുടെ സംസാരം എന്ന് പറഞ്ഞാൽ പ്യുവർ മലയാളമല്ല, കുറച്ച് തമിഴുമായിട്ടൊരു കലർന്ന, അതായത് നമ്മൾ മൂന്നാർ കഴിയുമ്പോൾ മേളിലേക്ക് പോകുമ്പം കേൾക്കുന്ന ഒരു ലാംഗ്വേജ് ഉണ്ടല്ലോ, ആ ലാംഗ്വേജിന് സിമിലർ ആയിട്ടുള്ളതാണ്. ഇവിടെ എങ്ങനെയുണ്ടോ അവിടുത്തെ എത്ര ബോട്ടുകൾ കാണും ആ ഒരു സ്ഥലം നോക്കിക്കഴിഞ്ഞാൽ? ഇത് നമ്മൾ ഓട്ടോറിക്ഷ അടുക്കി വെച്ചേക്കുന്ന പോലെ ഉണ്ട്. ഒരു 10,000 ബോട്ടുകൾ കാണുമായിരിക്കും. ഉണ്ടെന്ന് തോന്നുന്നില്ല, എണ്ണാൻ പറ്റാത്ത രീതിയിൽ ബോട്ട് കിടക്കും അല്ലേ? ഭയങ്കരമായിട്ട് കിടക്കുക. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരു സ്ട്രക്ചർ കാണാവേ, കോൺക്രീറ്റിൻ്റെ. കണ്ടോ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രയാങ്കിൾ അല്ല, പിരമിഡ് അല്ല, ഇത് 4 വശത്തേക്കും. ഇതെന്തുവാണ് ഇതിൻ്റെ ഈ ഷേപ്പിൻ്റെ പേര് അറിയാമോ? ഈ തിര വരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ പണ്ട് പാറയായിരുന്നു അടുക്കിക്കൊണ്ടിരുന്നത്. പാറ അടുക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം വന്ന് ആഞ്ഞടിക്കുമ്പോൾ, വെള്ളത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ അളക്കാൻ പറ്റുന്ന ശക്തിയൊന്നും അല്ല. മനുഷ്യൻ ആ ശക്തിയോടൊന്നും അടുത്ത് നിൽക്കാനൊന്നും പറ്റത്തില്ല, വെള്ളത്തിൻ്റെ ശക്തിയോട്. ഈ വെള്ളം വന്ന് ആഞ്ഞടിക്കുമ്പം പാറകൾ അനങ്ങി പാറകൾ തമ്മിൽ ലോക്ക് ചെയ്ത് നിൽക്കുന്ന പരിപാടിയാണ് പണ്ട് തൊട്ടേ ഉള്ളത്. പക്ഷേ ഈ സുനാമിക്കൊക്കെ ശേഷം അതേപോലെ തന്നെ അവൈലബിലിറ്റി ഓഫ് റോക്ക് എന്ന് പറയുന്നതും കുറഞ്ഞു. നമുക്ക് അങ്ങ് മലയുടെ മേളിൽ നിന്ന് വെട്ടിപ്പൊളിച്ചെടുത്തുകൊണ്ട് വന്നിട്ടാണ് ഈ പാറയെല്ലാം ഇവിടെ കൊണ്ടുവന്ന് ഇടേണ്ടത്. അപ്പോൾ അങ്ങനെ വന്നപ്പം പാറയുടെ അവൈലബിലിറ്റി കുറഞ്ഞപ്പോഴാണെന്ന് തോന്നുന്നു പുതിയ ഈ ഒരു രീതിയിലത്തെ സ്ട്രക്ചർ കൊണ്ടുവന്നത്. ഈ സ്ട്രക്ചറിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ വെള്ളം ആഞ്ഞടിക്കുമ്പം ഇതിൻ്റെ ഒരു ലെഗാണെങ്കിൽ വേറെ ഒരു ടെട്ര ഇതിൻ്റെ ലെഗിൻ്റെ ഇടയിലേക്ക് വന്ന് ജോയിൻ, അതായത് അവിടെ ഒരു ലോക്ക് അങ്ങ് ഉണ്ടാവുന്നു. അപ്പോൾ ഇതിൻ്റെ ഈ സംതിങ് അതായത് ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്കെല്ലാം ഉള്ള ഈ ഒരു ഇടയ്ക്കുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പിലേക്ക് വന്ന് ലോക്ക് ആവുന്ന പരിപാടിയാണ് ഈ ഒരു സ്ട്രക്ചറിലുള്ളത്. അപ്പോൾ എന്താണ് ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൾട്ടിപ്പിളായിട്ട് വെള്ളത്തിൻ്റെ ആഞ്ഞടിക്കുമ്പം ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു ലോക്കിംഗ് സിസ്റ്റത്തിൽ അങ്ങ് വെള്ളത്തെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് പറ്റും. സംഭവം പക്ക എഞ്ചിനീയറിംഗ് ഐറ്റമാണ് കേട്ടോ, സിവിലിൻ്റെ പക്ക സംഭവമാണ്. നമുക്കറിയാവുന്ന രീതിയിലൊക്കെ പറഞ്ഞു തന്നുകൊണ്ട് വെള്ളത്തിൻ്റെ ശക്തി കണ്ടോ. പിന്നെ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ മാനുവലി, അതായത് ട്രെഡ്ജ് ചെയ്ത് ഉണ്ടാക്കിയതൊന്നുമല്ല, ആഴം കൂടുതലാണ്. ഈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുമ്മാ കുഞ്ഞു കളിക്കാനുള്ള സ്ഥലമല്ല, ബീച്ചൊന്നും അല്ല ഇത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആഴമാണ്. നിറം കണ്ടില്ല, ഡീപ്പ് ഈ ഗ്രീൻ വരുന്ന നിറത്തിൻ്റെ വ്യത്യാസത്തിൽ ആഴത്തിൻ്റെ ഇത് അളക്കാൻ പറ്റും. ഈ ഒരു ഗ്രീൻ അല്ലെങ്കിൽ ഈ ഒരു ഡീപ്പ് ഗ്രീൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആഴമാണ്. നമുക്ക് അങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു സ്ലോപ്പായിട്ട് അറിയാം. എന്നിട്ട് ഇവിടുത്തെ ബീച്ച് എന്ന് പറഞ്ഞാൽ ആദ്യം ഇങ്ങനെ ആയിരിക്കും, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ആയിരിക്കും പോകുന്നത്, അതായത് ഈ ഒരു രീതിയിലായിരിക്കും കുഴി. ഭയങ്കര ആഴമാണ്. ഈ ആഴം കൂടുമ്പോഴത്തേക്കാണ് വെള്ളത്തിൻ്റെ ഈ ഒരു മൂവ് ചെയ്യുന്ന ശക്തിയും കാര്യങ്ങളെല്ലാം വ്യത്യാസം വന്നിട്ട് ഭയങ്കര ഇതാണ്. നമ്മൾ അങ്ങോട്ടേക്കൊക്കെ പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം കൃത്യമായിട്ട്. അപ്പം ആ ഒരു ബോട്ട് വരുന്നതിൻ്റെയും പോകുന്നതിൻ്റെയും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു സൈഡിലേക്ക് പോയിട്ട് മനസ്സിലാക്കാം. അതായത് നമ്മൾ കണ്ട ആ ഒരു നിന്ന ഭാഗത്ത് നിന്നും ഇതിൻ്റെ ഒരു എഡ്ജിലേക്ക് നടന്നു വരുവാണേ. ഞാൻ അന്നേരം കൃത്യമായിട്ട് കാണിക്കാം. കണ്ടോ, ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു വിഴിഞ്ഞം പദ്ധതി പുതിയ പോർട്ട് വരുന്ന ഭാഗം അത് ഇതാണ്. ഇതിൻ്റെ ഈ ഒരു ഭാഗത്തിൻ്റെ ടിപ്പ് കണ്ടോ, ഇവിടുത്തെ വെള്ളത്തിൻ്റെ ഇത് കണ്ടോ, ശക്തി കണ്ടോ. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. എങ്ങനെ ഉണ്ടടാ ഇവിടെ സ്ഥലം? കാറ്റ്, ഭയങ്കര കാറ്റല്ലേ? അതായത് ഭയങ്കര ചൂട് കാറ്റ്, ചൂട് വന്നിട്ട് ഭയങ്കര കാറ്റല്ലേ? നമുക്കൊരു വല്ലായ്മ ഒരു ഡീഹൈഡ്രേറ്റ് ആവുന്നുണ്ട് പെട്ടെന്ന്. അപ്പം ഞാൻ നേരെ സംഭവം എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരാം. അത് കണ്ടല്ലോ, കടലിലേക്ക് ഇവർ വൈകുന്നേരങ്ങളിലാണ് മീൻ പിടിക്കാൻ പോകുന്നത്. അത് പല ഗ്രൂപ്പുകളുണ്ട്. നിങ്ങൾ ഈ കാണുന്ന ഗ്രൂപ്പ് ഉണ്ടല്ലോ ഇങ്ങനെ മൂവ് ചെയ്യുന്നത്, ഇപ്പോൾ ഈ ഫ്രെയിമിൽ മൂവ് ചെയ്യുന്നവരെല്ലാം മീൻ പിടിക്കാനായിട്ട് കടലിലേക്ക് പോവുക. ഇത് നമ്മുടെ വലിയ ബോട്ടുകളല്ല, കൊല്ലം ജില്ലയിൽ അല്ലെ നീണ്ടകരയിലൊക്കെ കാണുന്ന പോലത്തെ വലിയ മത്സ്യബന്ധന ബോട്ടുകളല്ല.
അതിലുപരി വേറൊരു രീതിയിൽ ഈ പുറകിൽ എഞ്ചിൻ വരുന്ന രീതിയിലത്തെ ഒരു വള്ളങ്ങളോ ബോട്ടുകളോ ആണ്, മറ്റേ രീതിയിലത്തെ വലിയ ബോട്ടല്ല. അപ്പോൾ ഇത് കടലിലേക്ക് ഇവർ പോകുന്നു. എന്നിട്ട് ഈ കാണുന്ന ഈ ഓട്ടോ സ്റ്റാൻഡ് പോലെ കിടക്കുന്നതെന്ന് പറഞ്ഞില്ല, ആണ്ടിത് ഈ ഒരു ഭാഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അങ്ങ് അറ്റത്ത് മറ്റേ ചന്തയാണ്, ചന്ത. അതായത് പിടിച്ചുകൊണ്ട് വന്ന മീൻ അവിടെ കൊണ്ടുപോയിട്ട് ഇവർ ലേലം വെക്കും. അതായത് ലേലം പല രീതിയിലുണ്ട്. ഈ ഒരു സൈഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇവിടെ ഓവർ ക്രൗഡഡ് ആയി കഴിയുമ്പോൾ വന്നിട്ട് നങ്കൂര വിട്ടിട്ട് സ്റ്റോപ്പ് ചെയ്ത് പോകാനായിട്ടുള്ള ഒരു ജസ്റ്റ് പാർക്കിംഗ് ഏരിയ, ബോട്ടിൻ്റെ പാർക്കിംഗ് ഏരിയ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് വിഴിഞ്ഞത്തെ ആൾക്കാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, വീഡിയോയിൽ തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ അത് പറഞ്ഞു തരണം. എനിക്ക് ഇപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് ഇപ്പം നമ്മളിവിടെ ഒരാളെ അങ്ങോട്ട് കിട്ടുന്നില്ല, കറക്റ്റ് കണ്ടൻറ്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് കിട്ടുന്നില്ല. പിന്നെ നമ്മൾ ഈ നിൽക്കുന്ന ഒരു പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടിൻ്റെ മുതലാളിമാർ വന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ബോട്ടിൻ്റെ മുതലാളിമാർ ഇവിടെ വണ്ടിയിൽ വന്ന് നിന്നിട്ട് അവരുടെ ബോട്ട് വരുന്നത് നോക്കും, എന്തെങ്കിലും ഡയറക്ഷൻ കൊടുക്കണം, അതായത് അങ്ങോട്ട് പോകണം, എന്തെങ്കിലും സാധനം അങ്ങനെ ഒരു ഉണ്ടല്ലോ. അപ്പം എൻ്റെ ബോട്ട് അവിടെ വരുന്നുണ്ടോ അല്ലെങ്കിൽ ഇന്ന സമയമായി വന്നോ എന്നൊക്കെ അറിയാനായിട്ട് വന്ന് നിൽക്കുന്ന പോലത്തെ ഒരു എൻക്വയറി സെഷൻ പോലത്തെ ഒരു സ്ഥലമാണിത്. അപ്പോൾ നമ്മൾ അധികം ഇവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നില്ല, ഭയങ്കര വെയിലാണ്, ഉച്ചയ്ക്കടിക്കുന്നത്. അതിൻ്റെ കൂടെ ചൂട് കാറ്റും കൂടെ വന്ന് ഭയങ്കര ഡീഹൈഡ്രേറ്റ് ആവുന്നുണ്ട്. കണ്ടോ ബോട്ട് അടുക്കിയിട്ടിരിക്കുന്നതിൻ്റെ കുറച്ചും കൂടി അടുത്തുള്ളത് കണ്ടോ, ഇങ്ങനെ ഓരോ ബോട്ടിനകത്ത് ഇങ്ങനെ നങ്കൂരം ഇട്ട് അതും തമ്മിൽ ഒരു കയറിൽ കണക്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ ഈ കാണുന്ന രീതിയിൽ ഈ ഒരു ഭാഗമാണേ. ഇതേപോലെ ഉണ്ട് ആ പൊട്ട് പോലെ കാണുന്നത് മൊത്തം ബോട്ടുകളാണ് മുഴുവൻ. അപ്പോൾ നമ്മൾ താണ്ടെ ഹാർബറിൻ്റെ ഒരു ഭാഗത്തായിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ കാണുന്ന ഒരു കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലിൽ നിന്നും മത്സ്യബന്ധനം കഴിഞ്ഞിട്ട് വന്നവർ അവരുടെ വലയിൽ നിന്നും അവർ എടുത്തുകൊണ്ട് വന്ന ഇവിടെ മീനുണ്ട്. ഇപ്പോൾ താണ്ടെ നിലവിൽ കൊഞ്ചൊക്കെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. താണ്ടെ ഇതേപോലെ കുറച്ച് ആൾക്കാർ വലയിൽ നിന്ന് ഇതെങ്ങനെയായിട്ടാണ് എടുക്കുന്നതെന്ന് പറയാമോ? ചേട്ടാ അതാണ് ഈ ചേട്ടൻ എടുക്കുന്നുണ്ട്. ഈ ചേട്ടനാണോ ക്യാപ്റ്റൻ? എന്താ പേരെങ്ങനെ ഈ ചേട്ടൻ്റെ? ഷാജി ചേട്ടാ എന്നോട് നോക്ക്. അതാണ്ട് അന്നേരം എന്തൊക്കെയോ ചേട്ടൻ ചെയ്യുന്നുണ്ട്, സംഭവം ചെയ്തിട്ട് അതിനകത്തുനിന്ന് എടുക്കുന്നു. കൊഞ്ച് കളിക്കുവാന്ന് ഇതിന് പറയുന്നത് അല്ലേ? ചേട്ടൻ്റെ പേരെന്താ? എന്റെ പേര് ജോൺ. ജോൺ ചേട്ടൻ എന്ന് പറഞ്ഞുതരാം ഇതിന്റെ സംഭവം എങ്ങനെയാന്ന്. അതായത് അല്ല ഇത് എങ്ങനെയാ നമുക്ക് മത്സ്യബന്ധനത്തിന് ഒന്ന് മൊത്തത്തിൽ പറഞ്ഞുതരാം. അതായത് രാവിലെ എപ്പോഴാണ് ഇവര് പോകുന്നത്? ഇത് ഞങ്ങൾ ഒരു രാവിലെ 6 മണിക്കൊക്കെ പോകും. 6 മണിക്ക് 5 മണിയാകുമ്പോ പോയി ഉൾക്കടലിൽ പോയിട്ട് മീൻ കിട്ടുക, മത്സ്യം കിട്ടുകയാണെങ്കിൽ നേരത്തേക്ക് വരും, ഇല്ലെങ്കിൽ അവിടെ കിടക്കും. പിന്നെ വൈകുന്നേരം ആക്കും വരുമ്പോ. ഓക്കെ. എന്നിട്ട് ഇതുപോലെ ഓരോ സ്ഥലങ്ങളിൽ വന്നിട്ട് എടുത്തിട്ടാണ് ചന്തയിൽ കൊണ്ടുപോയി ലേലം വിൽക്കും അല്ലേ? ലേലം വിളിച്ചു കൊടുക്കും. ഓക്കെ. അതെങ്ങനെ കൊട്ടക്കണക്കിനാണോ? ഓരോ 100 കൊഞ്ച്. 100 കൊഞ്ച്. അപ്പം നിങ്ങൾ 100 കൊഞ്ച് മാത്രമേ എടുക്കാറുള്ളൂ അതോ വേറെ മീൻ? നമുക്ക് ഈ കൊഞ്ച് മാത്രം തന്നെ, കൊഞ്ച് മാത്രം, വേറെ മീനൊന്നും ഇല്ല. ഓക്കെ. അപ്പം ഫ്രഷ് കൊഞ്ച് കിട്ടണമെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും. ഇവിടെ വന്നാൽ ഫ്രഷ് കൊഞ്ച് കിട്ടും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫ്രഷ് കൊഞ്ച് കിട്ടും കേട്ടോ. അപ്പോൾ വേണ്ട ഈ നിങ്ങളുടെ ഇതാണോ സിന്ധുമാതയാണോ? സിന്ധുമാത ഇവർക്കുള്ളതല്ലേ? അതായത് ഷാജി ക്യാപ്റ്റൻ്റെ. അപ്പോൾ വേണ്ട ഇവിടെ എല്ലാവരും ഉണ്ട്, പലരുണ്ട്. അപ്പം നമ്മളിവിടെ വന്ന് ഇതെല്ലാം കണ്ട്, അതായത് കൊഞ്ച് എടുത്തത് കണ്ടപ്പോൾ നല്ല ഫ്രഷ് കൊഞ്ച്. അപ്പോൾ ആ ഫ്രഷ് കൊഞ്ചാകുമ്പോൾ നമ്മൾ എത്ര ദൂരമാണേലും കിട്ടുന്നത് കൊണ്ടുപോകണ്ടേ. കാര്യം കൊഞ്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഒരു വില. അതായത് ടേസ്റ്റും വിലയും അത് വേറെയാണ്, കൊഞ്ചിനോട് വേറെ ഒന്നും നിൽക്കത്തില്ല. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ കുറച്ച് കൊഞ്ച് മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ ജസ്റ്റ് സ്ഥലം കാണാൻ വന്നു, വ്ളോഗ് എടുത്തതിൻ്റെ ഇടയ്ക്കാണ് കിട്ടില്ല കൊഞ്ച്. അങ്ങനെയാണ് കുറച്ച് കൊഞ്ച്, ഇച്ചിരിയേ ഉള്ളൂ. വെറും ഒരു 250 ഇച്ചിരിയേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ കൊണ്ടുപോയി കഴിക്കാൻ നന്നായിട്ട് നല്ല കൊഞ്ച് കഴിക്കാൻ കിട്ടുമ്പോൾ നമ്മളെങ്ങനെ കളയുന്നത്? എത്ര ദൂരമാണേലും, തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്തിനാണേലും കൊണ്ടുപോകും അല്ലേ? അപ്പോൾ കിടിലൻ കൊഞ്ചൊക്കെ വേണ്ടവർ വന്നാൽ മതി. ചൂസെടുക്കണം അവരുടെ അതിൻ്റെ കൈ മുറിവേ ഫുള്ള് നിൽക്കുമോ ഇതിലേക്ക്? അയച്ചത് നീ മാറാ.
ബിടെക് കഴിഞ്ഞാൽ സെമി ബിസിനസ് കളിൽ നടത്താൻ പോകും. ബിടെക് കഴിഞ്ഞിട്ടാണ് സെമി ബിസിനസ് കളിൽ നടത്താൻ. ഇങ്ങോട്ടില്ലത് അതൊക്കെ അവർ കിടക്കട്ടെ. അതിന്ന് വൈകിട്ട് എടുക്കാം. അതിന്ന് വൈകിട്ടത്തേക്ക് എടുക്കാം. നമ്മളാണ്ട് പരിപാടിയെല്ലാം കഴിഞ്ഞു. നമ്മളിനി ഇവിടുന്ന് വിഴിഞ്ഞത്തുനിന്ന് നേരെ പോവാണ്. എങ്ങോട്ടേക്കാണെന്നൊന്നും അറിയത്തില്ല, നേരെ പോവാം. വിഴിഞ്ഞം വരെ ഒന്നും വന്നതല്ല സത്യം പറഞ്ഞാൽ കോവളം വരെ വന്നതല്ലേ? അതെ അതെ, കോവളം ബീച്ച് വരെ ഒന്ന് വന്നതാ. പക്ഷെ കഴിഞ്ഞ എപ്പിസോഡുകളെല്ലാം ബീച്ചിലങ്ങ് നമ്മൾ ഉല്ലസിച്ച് പരിപാടി ആയതുകൊണ്ട് വിഴിഞ്ഞം വരെ ഒന്ന് ചുമ്മാ വന്നപ്പം ആദ്യമായിട്ടുള്ള എക്സ്പീരിയൻസും ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ കിട്ടി. അപ്പോൾ നമ്മൾ കൊഞ്ചൊക്കെ ആയിട്ട് നമ്മൾ പോവാം. ഇനി എങ്ങോട്ടാ? കോവളത്തോട്ടൊന്ന് പോവാം. നിങ്ങൾ ഇരുട്ടി, പക്ഷെ എന്നാലും എന്നോട് ക്ഷമിക്കുക, വെട്ടം കുറവുണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. കോവളം കൂടെ കാണിച്ച് നമ്മൾ ഈ എപ്പിസോഡ് അങ്ങ് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മളങ്ങനെ കോവളം ബീച്ചിലേക്ക് എത്തുന്നു. എന്തുവാടാ തിര ഒരുപാട് കൂടുതലാണ്. ബീച്ചൊന്നും ഇല്ലയോ? എന്ത് സംഭവം? കോവളം ബീച്ച് എന്നൊക്കെ പറഞ്ഞാൽ എന്തോരം ഇറങ്ങാൻ പറ്റുന്ന ബീച്ചായിരുന്നു. ഇതൊരുപാട് തിരയാടാ. നമ്മൾ ആദ്യം വന്നപ്പോൾ ഉണ്ടല്ലോ, ഇത് കോവളം ബീച്ചാണോ എന്നൊരു ഡൗട്ട് വന്നല്ലേ വണ്ടിയിൽ നിന്ന്. കാര്യം ഞാനൊരു 7 തവണ വന്നിട്ടുള്ളതാണ്. എന്നിട്ട് ഇപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് കോവളം ബീച്ച് തന്നെയാണോ എനിക്കൊരു ഡൗട്ട് കാണും. കാരണം ഇവിടം വരെയാണ് ഇപ്പം വെള്ളം വരുന്നുണ്ടോ? ഇനി ഇവിടം വരെ, അതായത് കൊണ്ടല്ല ആ കല്ലിന്റെ അവിടെ വരെ കുട വെച്ചിട്ട് പെൺപിള്ളേർ പോകുന്ന സ്ഥലമാണ്. മറ്റേ മദാമാരൊക്കെ അവിടെ അല്പം ആഴം കുറവായതുകൊണ്ട് മദാമാരൊക്കെ അങ്ങോട്ട് കുട വെച്ചിട്ട് അവിടെ വരെ പോകുന്നതാണ്. അല്ല, നമ്മുടെ ഈ പല ബുക്കിന്റെ ഫോട്ടോയിലൊക്കെ കോവളം ബീച്ച് എന്ന് പറയുമ്പോൾ അവിടെ വരെ കുട വെച്ചിരിക്കുന്ന ആ പരിപാടിയായിരുന്നു. അത് തന്നെയായിരുന്നു. ഇതിപ്പോ അവിടൊക്കെ എന്തോ വെള്ളം, അവിടൊക്കെ സംഭവം ആഴമൊന്നും കാണത്തില്ല, പക്ഷെ അടിച്ച് പെട്ടുപോയാൽ അങ്ങ് പോയി തീർന്നു. ഗെയിം ഓവർ. എന്നാലും ഇപ്പൊ നിലവിൽ ഇപ്പൊ ഇവിടെ ബീച്ച് ഉണ്ടോ? സേഫസ്റ്റ് ബീച്ചൊക്കെ ആയിരുന്നല്ലേ? കേരളത്തിലെ ഏക സേഫസ്റ്റ് ബീച്ചൊക്കെ ആയിരുന്നു കോവളം. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ട് നമ്മുടെ ആദ്യത്തെ എപ്പിസോഡിൽ കണ്ട സ്ഥലമൊക്കെയാന്ന് തോന്നുന്നു ഇതിലും ഭേദം ആന്നേ. കണ്ടോ ഈ റോഡിന്റെ ഒക്കെ കണ്ടോ, ഇത്രയൊക്കെ എടുത്തോണ്ട് പോയേക്കുവാണ്. എനിക്കൊന്ന് ഓക്ക് ചെയ്യാൻ തോന്നിച്ചിരി. ഇവിടെ മെയിൻ കളിച്ചല്ലേ? നല്ല മഴയും വരുന്നുണ്ട്. ഇവിടെ വരെ നിൽക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ താഴോട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് പി വിളിച്ച് നമ്മളെ വിടും. അവിടെ 2 ചേട്ടന്മാരിപ്പുണ്ട്, നല്ല ചേട്ടന്മാരാ. അന്നേരം നമുക്ക് ഈ കോവളം ബീച്ചിലാകൊണ്ട് ആരും ഇങ്ങോട്ട് വന്നിട്ട് ഒരു കാര്യമില്ല. വലിയ മേളയിൽ നിന്ന് ഇവിടെ നിൽക്കാം. ഇവിടെ ഇങ്ങനെ വന്ന് നിന്ന് കുറേ കാറ്റൊക്കെ കൊണ്ടിട്ട് അങ്ങ് പോകാം, അത്രേ ഉള്ളൂ. അല്ലാതെ തിരുവനന്തപുരം വരുന്നതിൻ്റെ അവസ്ഥ ഒന്ന് പറഞ്ഞേ. കോവളം വരെ വന്നിട്ട് കോവളം വരാം. ഇവിടെ നിൽക്കാം. ഈ എറമ്പത്ത് നിന്നിട്ട് പോകാം. പിന്നെ എനിക്ക് തോന്നുന്നു മൺസൂൺ ആയതുകൊണ്ട് ആയിരിക്കും ഇത്രയും കയറിയേക്കുന്നത്. ചിലപ്പം ഒരു സീസൺ ആകുമ്പോൾ കുറച്ചൊക്കെ ഇറങ്ങാതിരിക്കും. എന്ന് പറഞ്ഞാലും പഴയതുപോലെ ഒന്നും കിട്ടത്തില്ല, ഉറപ്പാണ്. ആഴമില്ല, പക്ഷെ ഇതുപോലെ തിരയാണ്. അവിടെ ആഴമൊന്നും കാണത്തില്ല, മണ്ണ് അവിടം വരെയൊക്കെ കാണും. അല്ലടാ, ആഴവും വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. കളർ വ്യത്യാസം കണ്ടില്ല, ആഴവും ഇച്ചിരിയൊക്കെ മാറി. ഇവിടുത്തെ തിര കണ്ടോ? ആ തിര അത്രയ്ക്ക് ശക്തിയില്ല തിര. അതിന് അർത്ഥം അവിടെ വരെ ആ ശക്തി ഇതേ ഉള്ളൂ. അവിടം വരെ മണ്ണുണ്ട്, നമുക്ക് അവിടം വരെ പോകാൻ. എന്താണെന്നുണ്ടെങ്കിലും സീസൺ ആകുമ്പോൾ ചിലപ്പോൾ പോകാൻ, ചിലപ്പം ഇറങ്ങാൻ പറ്റുമായിരിക്കും, അറിയില്ല. അന്നേരം വന്ന് നോക്കുക. സത്യം പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലല്ല, കഴിഞ്ഞ എപ്പിസോഡുകളിലല്ല ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു തീരം, ബീച്ചിനേക്കാളും തീരം എന്ന് പറയുന്നത് നമ്മുടെ ഹോണ്ടഡ് ബീച്ച് ഉണ്ടല്ലോ. ആ എപ്പിസോഡ് കാണാത്തവർ താണ്ടി ഇവിടെ ഇവിടെ ഉണ്ട്. അവിടുന്ന് കണ്ടു. അപ്പൊ ആ ബീച്ചായിരുന്നു നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട്. നൈസായിരുന്നു, സമാധാനവും വൃത്തിയും. ഇവിടെ മറ്റേ ബ്ലാക്ക് മണ്ണൊക്കെ ഉണ്ടല്ലോ, എൻ്റെ കണ്ട് ഇവിടുത്തെ കണ്ടോ അത്ര വെള്ളയല്ല, ചേറിന്റെ കളറാ. കഴിഞ്ഞ എപ്പിസോഡിൽ അണ്ണൻ ചോദിച്ചായിരുന്നു വെള്ളയല്ല ഏതൊക്കെ കളറിലെ ഇത് കണ്ടിട്ടുണ്ടോ? ഇത് വെള്ളയല്ല, അത് മണ്ണിന്റെ കളറോ? മണ്ണിന്റെ കളർ കയറി വരുന്നല്ലേ? മണ്ണ് ചേർന്ന് കളറല്ല, മണ്ണ് ചേർന്ന് വരുമ്പോൾ മണ്ണിന്റെ കളറാ. അത് മണ്ണിന്റെ കളർ പതയിലൂടെ കയറുമ്പോൾ പതയുടെ കളറായി മാറുന്നു. ശാസ്ത്രം പറ. അത് അരുഞ്ചൊക്കെ ഉദ്ദേശിച്ചെന്താന്ന് വെച്ചാൽ നമ്മൾ ഈ പത കാണുന്നത് വെള്ളയെന്ന് പറഞ്ഞത്. ആ വെള്ളത്തിന്റെ ചെളി പിടിച്ചിട്ട് വരുന്നുണ്ട്. രണ്ടുപേരുടെയും ഭാഗത്ത് ശരിയുണ്ട്, എന്റെ ഭാഗത്ത് കേച്ചു കളിക്കുന്നു. വേണ്ട, നമ്മൾ ആ ഒരു ഭാഗത്തൊരു കപ്പൽ പോകുന്നത് കാണാൻ പറ്റും. ക്യാമറയിൽ ചെറുതായിട്ടേ കാണാൻ പറ്റത്തുള്ളൂ, എന്നാലും സൂക്ഷിച്ച് നോക്കുക. അന്നേരം നമുക്കവിടെ കാണാൻ പറ്റും. മഴ തുടങ്ങി.
എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. കഴിഞ്ഞ എപ്പിസോഡുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്ന വീഡിയോ കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കയറി കാണണം. പിന്നെ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്ത് വിടുക, പിന്നെ മാക്സിമം ഷെയർ ചെയ്ത് വിടണം അല്ലേ. ഇനി നമ്മുടെ ഒരുമിച്ചുള്ള വീഡിയോകളെല്ലാം വരും ദിവസങ്ങളിലൊക്കെ വരും. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് മീ എൽസാഫ് ബെസോർ സൈനിങ് ഔട്ട്. ബൈ. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.